മക്കളെ, നിങ്ങൾ വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഒരാളാണോ? അതായത് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു, കുഴപ്പമില്ല, പേപ്പർ ഇടാം, പേപ്പർ ഇട്ടതിന് ശേഷം വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ആ ഒരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ്. ആ തീരുമാനം എടുത്ത ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മൊത്തം കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ തീരുമാനം എടുക്കാവൂ. നമുക്കിവിടെ 3 കാറ്റഗറി ആൾക്കാരെ എടുക്കാം. ഒന്ന്, നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ, നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ കുടുംബം മുമ്പോട്ട് പോകത്തുള്ളൂ. അതായത് EMI ഉണ്ട്, പക്ഷേ 2-3 മാസം വരെയുള്ള മുമ്പോട്ട് പോകാനുള്ള സേവിങ്സ് നമ്മുടെ കയ്യിലുള്ള ഒരു വിഭാഗം ആൾക്കാർ. രണ്ടാമത്തേത് സാമ്പത്തികമായിട്ട് ഓക്കെയാണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടെല്ലാം സെറ്റാണ്. 1 വർഷം ഇരുന്ന് പഠിച്ചാലും 1.5 വർഷം ഇരുന്ന് പഠിച്ചാലും ഫാമിലി നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇനി ചില ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ചെലവിനുള്ള കാശ് മാത്രം മതി, ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജോലിക്ക് പോകാം, ബാക്കിയുള്ള സമയം ഫുള്ളിരുന്ന് പഠിക്കാം. അങ്ങനെ 3 വിഭാഗം ആൾക്കാരാണ് മൊത്തത്തിലുള്ളത്. ഇതിൽ ഒന്നാമത്തെ വിഭാഗം ആൾക്കാരെ ഞാൻ എടുക്കുകയാണ്. അതായത് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകത്തുള്ളൂ, വേറെ പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, പക്ഷെ പഠിക്കണമെന്ന വലിയ ആഗ്രഹം നമ്മുടെ മുമ്പിലുണ്ട്. ചിലപ്പോൾ നമ്മളൊരു 4-5 മാസം സേവിങ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കാണും, നമ്മളിപ്പോൾ വിചാരിക്കും കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, PSC നോട്ടിഫിക്കേഷൻ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ അത് 1 മാസത്തെ ഒരു പ്രോസസ്സൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ പ്രോസസ് അല്ല, 8 മാസത്തെ പ്രോസസ് അല്ല, 10 മാസത്തെ പ്രോസസ് അല്ല, അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഒരു എക്സാമിന് എടുത്തുകൊണ്ട് പറയണം, പഞ്ചായത്ത് സെക്രട്ടറി എക്സാം എടുക്കാം. ഇപ്പോൾ 2026 ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരും. നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. എക്സാം 3 ഘട്ടങ്ങളായിട്ടാണ് അതിന് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ഇപ്പോൾ പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത് 2027 മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും. മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത് 2027 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും. അതിൻ്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് 2028 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2028 ജൂലൈ മാസത്തിലായിരിക്കും. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. അതായത് 2031 വരെ കാലാവധിയുണ്ട് ആ റാങ്ക് ലിസ്റ്റിന്. ഞാൻ ഈ പറയുമ്പോൾ വർഷം ഇപ്പം എത്ര ആയിട്ടുള്ളൂ? 2026 ജൂലൈ മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പൊ 2031 വരെ നീളുന്ന ഒരു പ്രോസസ്സ്, 5 വർഷം നീളുന്ന ഒരു പ്രോസസ്സാണ് ഏതൊരു PSC എക്സാമും. ഏതൊരു PSC നോട്ടിഫിക്കേഷനും, ഫോഴ്സ് പരീക്ഷകൾ ഒഴിച്ചുള്ളൊരു PSC നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ 5 വർഷം നീളുന്ന ഒരു പ്രോസസ്സാണ്. അത്ര കാലം, അല്ലെങ്കിൽ 3 വർഷം വരെ നമുക്ക് ജോലി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ തീരുമാനിക്കും കുഴപ്പമില്ല, ആ ആവേശം നമ്മൾ വിചാരിക്കും ഓക്കെ 5 മാസം നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ, അതിനുശേഷം പിന്നെ നോക്കാം. 5 മാസത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്. അന്ന് EMI നമുക്കുണ്ട്, EMI എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരു വീട് നിന്ന് കഴിഞ്ഞു പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 മുതൽ 15,000 രൂപ വരെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട് മുമ്പോട്ട് പോകത്തുള്ളൂ. ചിലപ്പോൾ നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ മൊത്തം നമുക്ക് നോക്കണം. ആ ഒരു ഹെൽത്ത്, അതിൻ്റെ പൈസ നമ്മൾ മാറ്റി വെക്കണം. ഒരുപാട് ചിലവാണ് ഒരു കുടുംബം മുമ്പോട്ട് പോകാനായിട്ട്. ഇപ്പോൾ ജോലിയില്ലാതെ എത്ര കാലം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? ഒരു 3 മാസം കഴിയുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് ആവശ്യങ്ങൾ വരും, പൈസയുടെ ആവശ്യം വരും. അപ്പോൾ ഈ 3 മാസം നമ്മൾ ഇതൊക്കെ ഇത്രയും പഠിച്ചിട്ട് ആ സമയം ഞെരുക്കം വരുമ്പോൾ വീണ്ടും നമ്മൾ ജോലിയിലേക്ക് കയറും, ലൈഫ് മൊത്തം പഴയതുപോലെയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ ജോലി പേപ്പർ ഇടരുത്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണ് മക്കളെ, നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാം? നിങ്ങൾക്കൊരു വാശിയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തെറിവിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്, മീറ്റിങ്ങിലൊക്കെ നിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ല പ്രഷർ നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. പൈസയ്ക്ക് പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല, ആരും നമുക്കൊന്നും തരത്തില്ല. ബാക്കി ഉപദേശങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ കാശ്, ദ റിയൽ മണി, അത് അധ്വാനിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അവരെന്താ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലിയുടെ വില, ഗവൺമെന്റ് ജോലിയുടെ വില ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം. ബാക്കി ആരെക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, നിങ്ങളുടെ ടൈമിനൊന്ന് ഷെഡ്യൂൾ ചെയ്യുക. എല്ലാ ദിവസവും 10 മണിക്കൂറോ 11 മണിക്കൂറോ 12 മണിക്കൂറോ ഒന്നും പഠിക്കേണ്ട. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഭംഗിയായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു മെറാക്കിൾ ടൈം നന്നായിട്ട് മാറ്റി വെച്ചു. രാവിലെ 5 മണി മുതൽ 7 മണി വരെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും, നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു സമയമാണ് രാവിലെ 5 to 7. അതേപോലെ തന്നെ രാത്രി 8 to 10. ആ സമയമൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. എല്ലാ ദിവസവും 10 മാസം ഈ 4 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചോ, കൺസിസ്റ്റന്റ് ആയിട്ട് മാറ്റി വെച്ചോ. ബാക്കി ആരെക്കാളും വാശിക്ക് നിങ്ങൾക്ക് പഠിച്ചു കയറാൻ പറ്റും. കാരണം നിങ്ങളുടെ മനസ്സിനകത്ത് ആവശ്യകതയുണ്ട്, നിങ്ങളുടെ മനസ്സിനകത്ത് തീയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് ആ സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിലെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കാം. ഒരു 3-4 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ 3 ടോപ്പിക്കിലും മിനിമം റിവിഷൻ കൊടുക്കാം. എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പഠിച്ച ടോപ്പിക്കുകൾ മൊത്തം എഴുതിയിടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ പോയി ജോലി ഉപേക്ഷിക്കരുത് മക്കളെ. 3-4 മാസം കഴിയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു വിഭാഗം ആൾക്കാർ, അതായത് എനിക്ക് എൻ്റെ ചിലവ് മാത്രം നോക്കിയാൽ മതി, വീട്ടുകാരെ ഒന്നും നോക്കണ്ട, ബാക്കി ആരെയും നോക്കണ്ട. നമ്മൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് കാണത്തില്ല, മക്കളായി കാണത്തില്ല, വേറെ ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കാണത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ കാശ് അല്ലെങ്കിൽ എൻ്റെ ചിലവിനുള്ള കാശ് മാത്രം എനിക്ക് നോക്കണം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളൊരു ഭയങ്കര ഹൈ 9 to 5 ജോബ് ഒന്നും പോയി നോക്കരുത്. ഒരിക്കലും ആ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജോലി ഒന്നും പോയി ചെയ്യാൻ നോക്കരുത്. പകരം പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാം. ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് കാറ്ററിംഗ് ജോലിക്ക് പോകും. ഞാൻ പണ്ട് പോയിട്ടുണ്ട്, ആ പോയിട്ടുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പണ്ട് ഞാൻ പഠിച്ച സമയത്തൊക്കെ റബ്ബറൊക്കെ വെട്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചിലവിനൊക്കെ കാശ് കണ്ടെത്തിയതൊക്കെ. അങ്ങനെ കാശ് കണ്ടെത്താം. രാവിലെ ഒരു 2 മണിക്കൂർ മാത്രം മാറ്റി വെച്ചാൽ മതി. കാറ്ററിംഗ് ഒക്കെ ഉള്ള ദിവസമാണെങ്കിൽ വൈകുന്നേരം ഒരു 5 to 9 വരെയുള്ള സമയം മാത്രം മാറ്റി വെച്ചാൽ മതി. നമുക്ക് ഒരു ദിവസം ജോലിക്ക് പോയാലും ഒരാഴ്ചത്തേക്ക് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഇന്ധനം നമുക്ക് കിട്ടും. ആ കാശ് നമുക്ക് കിട്ടും. നിങ്ങൾ അത് മാത്രമേ ഫോക്കസ് ചെയ്യാവൂ. ആ എമൗണ്ടിന് വേണ്ടി മാത്രമേ പണിയെടുക്കാവൂ. അപ്പോൾ നമ്മളൊരു ജോലിക്കൊക്കെ പോയാലും പിന്നെ നമുക്ക് പഠിക്കാനൊക്കെ സമയം ഭയങ്കര കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അവിടെയും എങ്ങനെയാണ്, ബാക്കി കിട്ടാവുന്ന മൊത്തം സമയം ഇരുന്ന് പഠിക്കാം. എല്ലാ ദിവസവും ഒരു 4, 5, 6 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ വിഭാഗം ആൾക്കാരാണ്, അതായത് വീട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട്, നല്ല ഫാമിലി സപ്പോർട്ടുണ്ട്. അവർ പറയാനാണ് നീ പോയിരുന്ന പഠിക്ക്, ബാക്കി ഒന്നും നോക്കണ്ട. മക്കളെ, അങ്ങനെ ഉള്ള ആൾക്കാർ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ സമയം ബാക്കി ഒന്നിനും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഈ സമയം കിട്ടാവുന്ന അത്രയും സമയം നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. അവർ നിങ്ങൾക്ക് തരുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾക്ക് തരുന്ന ആ ട്രസ്റ്റ് നിങ്ങൾ പൂർത്തിയാക്കുക. നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. ബാക്കി ജോലി, ബാക്കി അങ്ങനെയുള്ള ഒരു കാര്യവും പ്രൈവറ്റ് സെക്ടറിൽ നോക്കണ്ട. നിങ്ങൾ എന്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഒരു സ്ഥലത്ത് നന്നായിട്ടിരുന്ന് പഠിക്കുക. എല്ലാ ദിവസവും ഒരു 7-8 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് പഠിക്കുക. നന്നായിട്ട് റിവിഷൻ കൊടുക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം നിങ്ങളുടെ തൊട്ടടുത്തൊരു എക്സാം നിൽക്കണം. അതിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ, സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഫാമിലി സപ്പോർട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒരു എക്സാം തൊട്ടടുത്ത് നിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ ഡിഗ്രി മെയിൻസ് എടുക്കുകയാണ്. അപ്പോൾ ഡിഗ്രി മെയിൻസ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസമാണ് എക്സാം നടക്കാൻ പോകുന്നത്. മക്കളെ, ഈ കമ്പനി ബോർഡസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ പോരുന്ന പരീക്ഷ എഴുതിയാലും നിങ്ങൾക്ക് ജോലി കിട്ടും. ഇച്ചിരി വായിച്ചിട്ടൊക്കെയാണ് പോകുന്നത്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. അങ്ങനത്തെ ഒരു എക്സാം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എക്സാം ഒക്കെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഇനി ഏത് വിഭാഗം ആൾക്കാരായാലും പേപ്പർ ഇട്ടോ. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പേപ്പർ ഇട്ടോ, അല്ലെങ്കിൽ ലീവ് എടുക്കാൻ ശ്രമിക്കുക. 3 മാസത്തേക്ക് ലീവ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യമാണെന്ന് പറഞ്ഞ് ലീവ് എടുക്കുക. കിട്ടിയില്ലെങ്കിലും കളഞ്ഞേക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ തൊട്ടടുത്ത് നല്ല വേക്കൻസി ഉള്ള പരീക്ഷയൊക്കെ നിൽക്കുകയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങ് പേപ്പർ ഇട്ടോ. കാര്യം, നിങ്ങൾ പ്രിലിംസ് നന്നായിട്ട് പാസ്സായ ആൾക്കാരാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരാണ്. 3 മാസത്തെ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് മറ്റൊരു ജോലി കണ്ടെത്താം. ചിലപ്പോൾ സാലറി ഇച്ചിരി കുറവായിരിക്കും, കുഴപ്പമില്ല, വലിയ കാലമൊന്നും എടുക്കത്തില്ല. 2027 ഏപ്രിൽ മാസം കമ്പനി ബോർഡസിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് വരും. ഒരു 8-9 മാസത്തെ ബുദ്ധിമുട്ട് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എക്സാം ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് പേപ്പർ ഇട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ സന്ദർഭം വ്യത്യാസമായിരിക്കാം, നിങ്ങളുടെ സാഹചര്യം മറ്റൊന്നായിരിക്കാം. ഇതിനെ നിങ്ങളൊന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. അൾട്ടിമേറ്റ്ലി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, വാശിയോടെ പ്രിപ്പയർ ചെയ്തു. നല്ല കാലം ഒരുപാട് അകലെയൊന്നുമില്ല, തൊട്ടടുത്ത് കിടപ്പുണ്ട്. അത് തേടിയെത്തുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാം ശരിയാവും. ഒരു സമയത്ത് നിങ്ങളും ആ ഗവൺമെന്റ് സർവീസിലേക്ക് കയറിയേക്കും. ഞാനാ പറയുന്നത്. ഓൾ ദ ബെസ്റ്റ്.